നമ്മൾ ഒരിക്കലും ഒരു വിദേശ യാത്രയ്ക്ക് പോയിട്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ബാധ്യതയാകാൻ പാടില്ല. ഹലോ, നിങ്ങളെല്ലാം ട്രാവൽ ചെയ്യുന്നവരല്ലേ? നിങ്ങൾ ട്രാവൽ ഇൻഷുറൻസ് എടുത്തിട്ടാണോ ട്രാവൽ ചെയ്യുന്നത്? കഴിഞ്ഞ മാസം ഞാനൊരു ന്യൂസ് വായിച്ചു. നമ്മുടെ കേരളത്തിൽ നിന്ന് തായ്ലൻഡിലേക്ക് പോയ ഒരു ടീച്ചർ അവിടെ വെച്ച് അപകട മരണം സംഭവിച്ചു. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് തന്നെ പോയ ടൂറിസ്റ്റുകളെ അക്രമികൾ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം തട്ടിപ്പറിക്കാൻ നോക്കി. അന്നേരത്തേക്ക് അവർ ഓട്ടോമാറ്റിക്കലി ഇപ്പം നമ്മളായാലും ആക്രമണം ചെറുക്കുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെടിവെച്ച് കൊന്നു. ഇവിടുന്ന് ബാലിയിലേക്ക് പോയ ഒരാൾ അവിടെ വെച്ച് സ്ട്രോക്ക് വന്ന് സെറിബ്രൽ ഹെമറേജ് ഉണ്ടായി, അവിടെ വെച്ച് മരണപ്പെട്ടു. അപ്പം നമുക്ക് ഈ യാത്രകൾ വളരെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സേഫായിട്ട് യാത്ര ചെയ്യണ്ടേ? നമുക്ക് പറയാൻ പറ്റുമോ എല്ലാ യാത്രകളും ഇപ്പം നമ്മൾ പോയ പോലെ തന്നെ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണല്ലോ നമ്മളെല്ലാവരും ഇവിടുന്ന് ഇറങ്ങുന്നത്. പക്ഷേ ചില സമയം നമ്മുടെ സമയം മോശമാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പോയ പോലെ തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്നത് ഈ ട്രാവൽ ഇൻഷുറൻസ് ആണ്. ഇപ്പം നമ്മളൊരു വിദേശ യാത്രയ്ക്ക് പോയി, അവിടെ വെച്ച് നമുക്കിപ്പോൾ ഒരു പനി വന്നു, അല്ലെങ്കിൽ പോട്ടെ ഒരു നല്ലൊരു ഡയറിയ വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ട്രാവൽ ഇൻഷുറൻസ് നമുക്ക് എല്ലാ മെഡിക്കൽ എക്സ്പെൻസസും കവർ ചെയ്യും. സോ ട്രാവൽ ഇൻഷുറൻസ് നോർമലി 2 ടൈപ്പാണുള്ളത്. ഒന്ന് എസെൻഷ്യൽ ട്രാവൽ ഇൻഷുറൻസ്. എസെൻഷ്യൽ ട്രാവൽ ഇൻഷുറൻസിൽ നമ്മളൊരു വിദേശ രാജ്യത്ത് പോയി അവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ബാഗേജ് കളഞ്ഞു പോയി, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ട്രാവൽ ഇൻഷുറൻസ് നമ്മളെ കവർ ചെയ്യും. അതായത് ഹോസ്പിറ്റൽ എക്സ്പെൻസസ് എല്ലാം, നമ്മളിപ്പം അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പം നമ്മൾ ഏത് കമ്പനിയിൽ നിന്നാണോ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ആ ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവര് ആ ട്രാവൽ എക്സ്പെൻസസും അവിടെ വെച്ച് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് വരുന്നത്, അതായത് മെഡിക്കൽ എക്സ്പെൻസസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് മണി ആവശ്യമുണ്ട്, അതായത് അതിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോഴത്തേക്ക് അവർ പറയും നിങ്ങൾക്ക് ഇപ്പം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഇത്ര രൂപയുടെ ഇൻഷുറൻസ് ഞങ്ങൾ കവർ ചെയ്യും എന്നുള്ളത്. അതാണ് എസെൻഷ്യൽ ട്രാവൽ ഇൻഷുറൻസ് ചെയ്യുന്നത്. അതേപോലെ കോംപ്രഹെൻസീവ് ട്രാവൽ ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഫ്ലൈറ്റ് എടുത്തു, ഫ്ലൈറ്റ് ക്യാൻസൽ ആയി, ആ ഫ്ലൈറ്റ് ക്യാൻസലേഷൻ എമൗണ്ട് തൊട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയി, ആ ഫ്ലൈറ്റ് ഡിലേ ആകുമ്പോഴത്തേക്കും അതിന്റെ എക്സ്പെൻസ്, അതായത് നമുക്ക് എന്തെങ്കിലും അക്കോമഡേഷൻ അവിടെ വേണ്ടി വരികയോ അങ്ങനെയൊക്കെ വന്നാൽ അതിന്റെ എക്സ്പെൻസസ് അവർ കവർ ചെയ്യും. നമ്മുടെ ബാഗേജ് കളഞ്ഞു പോയെങ്കിൽ അതിന്റെ എക്സ്പെൻസസ് കവർ ചെയ്യും. പിന്നെ നിങ്ങളിപ്പോൾ പോകുമ്പോഴത്തേക്കും വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഇപ്പം നമ്മളെ ഇപ്പം ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള ആള്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ട്രാവൽ ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യും. നമ്മളെ സഹായിക്കാനുള്ള കാര്യങ്ങൾ അവർ ആ രാജ്യത്തെ എംബസിയുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവർ ഓർഗനൈസ് ചെയ്യും. അപ്പം ട്രാവൽ ഇൻഷുറൻസ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾ യാത്രയ്ക്ക് തയ്യാറാകുമ്പോഴത്തേക്കും എന്തായാലും നമ്മൾ ഇപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല എമൗണ്ട് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റിന് മുടക്കുന്നുണ്ട് ഇല്ലേ? അവിടുത്തെ ടൂർ ഓപ്പറേറ്റേഴ്സിന് അല്ലെങ്കിൽ നമ്മൾക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് നല്ലൊരു എമൗണ്ട് നമ്മൾ അവിടെ മുടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആൾക്കാർ ട്രാവൽ ഇൻഷുറൻസ് എടുക്കാതെ? ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് പൈസ മുടക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ട്രാവൽ ഇൻഷുറൻസ് മാത്രം വിട്ടുകളയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് സേഫായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എവിടെ ചെന്ന് ഒരു അപകടം സംഭവിച്ചു, നമുക്ക് ആരെ കുറ്റം പറയാൻ പറ്റും? നമുക്ക് ഒരു എമർജൻസി, നമുക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെടുക്കുമോ നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസസ്? എടുക്കുമെങ്കിൽ പോലും നമുക്കത് തിരിച്ചു കൊടുക്കേണ്ട ഒരു എമൗണ്ട് അല്ലേ, വലിയൊരു ബാധ്യത നമ്മളത് വരുത്തി വെക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ഇപ്പം നമുക്ക് അവിടെ നമ്മൾ അവിടെ വെച്ചൊന്നും മരണപ്പെട്ടു എന്ന് ചിന്തിക്കുക, സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണല്ലോ. ഇപ്പം 1-2 കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞല്ലോ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ട്രാവൽ ഇൻഷുറൻസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ട്രാവൽ ഇൻഷുറൻസുകാരെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ ബോഡി തിരിച്ച് നാട്ടിൽ എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അവർ കവർ ചെയ്യും. അപ്പം നമ്മൾ ഒരിക്കലും ഒരു വിദേശ യാത്രയ്ക്ക് പോയിട്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ബാധ്യതയാകാൻ പാടില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ ട്രാവൽ ഏജന്റ് വഴിയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയുക എനിക്ക് ട്രാവൽ ഇൻഷുറൻസ് വേണം, അത് കോംപ്രഹെൻസീവ് എടുത്തുകൊണ്ട് പോകുവാണെങ്കിൽ അത്രയും നല്ലത്, ഇനി എസെൻഷ്യൽ മതിയെങ്കിൽ അതും ഓക്കെയാണ്. പിന്നെ നിങ്ങളിപ്പോൾ തന്നെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് യാത്ര പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ എടുക്കാം ട്രാവൽ ഇൻഷുറൻസ്. വലിയ ബാധ്യതകൾ വരുത്തി വെക്കാതിരിക്കുക. ഈ ചെറിയ തുകയാണ്. ചിലപ്പം ഇപ്പം നിങ്ങൾ 1 ലക്ഷം രൂപ ഫ്ലൈറ്റ് ടിക്കറ്റിന് മുടക്കി, 1 ലക്ഷം രൂപ നിങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കാണാനും മുടക്കി, നിങ്ങൾക്കൊരു 10,000 രൂപ നിങ്ങൾ ട്രാവൽ
ഇൻഷുറൻസിലൂടെ മുടക്കിയാൽ നമ്മൾ സേഫ് ആണ്. എപ്പോഴും ഓർക്കുക, നമ്മുടെ സേഫ്റ്റി നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ അവിടെ ട്രാവൽ ഏജന്റിന്റെ പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റി ഇല്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം നിങ്ങൾ അവിടെ ചെല്ലുന്നിടത്ത് നിങ്ങൾ താമസിക്കുന്ന ഒരു കൂട്ടുകാർക്കാണെങ്കിൽ അവർക്ക് അതിന്റെ ലൈബിലിറ്റി ഒന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. സോ ഇങ്ങനത്തെ കുഞ്ഞു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇതൊരു ചെറിയ കാര്യമല്ലേ, ഇത്രയും പൈസ നമ്മൾ മുടക്കുന്നു, കൂടുതൽ ഒരു ട്രാവൽ ഇൻഷുറൻസ് കൂടെ എടുക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് ബാധ്യതയാകാതിരിക്കുക. നിങ്ങളുടെ യാത്ര ഒരിക്കലും നിങ്ങളുടെ കുടുംബക്കാർക്കോ കൂട്ടുകാർക്കോ ഒരു ബാധ്യതയാകാതിരിക്കട്ടെ. അതുകൊണ്ട് ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക യാത്ര ചെയ്യുമ്പോൾ. എല്ലാവർക്കും നല്ല യാത്രകൾ ധാരാളം ചെയ്യുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്